Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക വെച്ചിട്ട് ഒരു മസാലക്കറിയാണ്. ഇപ്പോൾ ഇടിച്ചക്കയുടെ ഒക്കെ ഒരു സീസൺ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഇടിച്ചക്ക വെച്ചിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തുമ്പോഴത്തേക്കും ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാനൊരു ഇടിച്ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ല വലിയ ഇടിച്ചക്കയായിരുന്നു. അപ്പം അതിൻ്റെ പകുതിയാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇത് നമുക്കിത് ചെറിയ പീസസ് ആക്കണത്. ഇപ്പോൾ നമ്മൾ ചക്ക മുറിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കറ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇങ്ങനെ ചകിരി എടുത്തിട്ട് ഇത് തുടച്ചെടുത്താൽ മതി. ആ കറ ഇങ്ങനെ പൊക്കോളും പെട്ടെന്ന്. ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ പോരും. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. നമുക്കിപ്പോൾ കുക്കറിലിട്ട് ഇടാൻ പറ്റുന്ന പരുവത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. വേവിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഈ മുള്ളോട് കൂടി തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പിന്നീട് മുറിക്കാൻ എളുപ്പമുണ്ടാവും. മുള്ള് കളഞ്ഞിട്ട് മുറിക്കുന്നതിനേക്കാൾ കളഞ്ഞിട്ട് വേവിക്കുന്നതിനേക്കാളും നല്ലത് മുള്ളോട് കൂടി തന്നെ വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് മുറിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാം കുഞ്ഞായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കറയൊന്നുമില്ല. ഞാനിത് 2 പീസാക്കി മുറിച്ചിട്ട് കുറേ സമയം വെച്ചിരുന്നതുകൊണ്ട് കറയെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കൊന്നും വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. കരിയാതിരിക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഇനി ഇത് സ്റ്റൗവിലോട്ട് മാറ്റാം. ഇത് വേഗുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ, പിന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കുക. ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ. അന്നേരത്തേക്ക് ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കൊരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ചീഞ്ചട്ടിയിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് 10 വറ്റൽമുളകാണ്. അത് ഇതിലേക്ക് പൊട്ടിച്ചിടാം. ഇത് ഇങ്ങനെ 2ആയിട്ട് പൊട്ടിച്ചിട്ടാൽ മതി. ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 5 വെളുത്തുള്ളിയാണ്. ഇത് ചെറിയ വെളുത്തുള്ളിയാണ്. അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലി. ഇത് മുഴുവൻ മല്ലിയാണ്. ഇനി ഇതിലേക്ക് ഒരു പട്ട, 3 ഗ്രാമ്പൂ, 2 ഏലക്ക. ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഇത് വറുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തേങ്ങ നല്ല ബ്രൗൺ കളറാകണം. അപ്പോൾ അതുവരെ ഇത് മൂപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ചീഞ്ചട്ടി കിടന്ന് തന്നെ നന്നായിട്ട് മുരിഞ്ഞോളും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇളക്കി കൊടുക്കുക. അപ്പോൾ പെരിഞ്ജീരകം ഇടുമ്പോൾ എപ്പോഴും സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. അതല്ലാണ്ടെങ്കിൽ പെരിഞ്ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് ചീഞ്ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആ ചൂടാറുന്ന വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഈ തേങ്ങയുടെ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആവും. അപ്പോൾ നമുക്ക് അരയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇത്. അപ്പോൾ ഇതിനെ അരച്ചെടുക്കാം. നമ്മുടെ ചക്ക എന്തായി നോക്കാം. ഇത് വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്.
ഇനി നമുക്കൊരു സവാള വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വലിയ സവാള ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തേക്കുന്നത്. അതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വലിയ പീസായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. കണക്ക് ഇതിപ്പോൾ നമ്മൾ ചക്ക കുക്കറിൻ്റെ അകത്തിട്ട് വേവിച്ചുകൊണ്ടാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സവാളയും ചക്കയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ കീറിയിടാം. ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ചക്ക നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതൊന്ന് ചൂടാറണം. നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് അരിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഒന്ന് ചൂടാറട്ടെ. ചക്കയുടെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെത്തിയെടുക്കാം. ഈ കൂഞ്ഞെന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അത് കളഞ്ഞതിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ചിലതിൻ്റെ ഒന്നും വേഗത്തില്ല. വേഗത്താണെന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കളയേണ്ടത് ഈ മുള്ളുള്ള ഭാഗമാണ്. അത് ചെത്തിക്കളയാം. അപ്പോൾ ചെത്തുമ്പോൾ ഇതുപോലെ തന്നെ വേഗാത്ത ഭാഗം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കാം. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് ഇതുപോലെ ഇതേ കണക്ക് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കാം. ഇതുപോലെ ചില ചക്കയുടെ ഈ ഒരു ഭാഗം വേഗത്തില്ല. അപ്പോൾ വേഗത്താണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ ഇതിൻ്റെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനത് കളയുന്നില്ല. ഇനി നമുക്ക് മുള്ളിൻ്റെ ഭാഗം ചെത്തിക്കളയാം. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ നീളത്തി മുറിച്ചെടുക്കാം. ഇനി ഇത് കണക്കെ നിങ്ങൾ നീളത്തിൽ മുറിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ വൃത്തിയാക്കട്ടെ. ഇപ്പോൾ ഈ ചക്കയെല്ലാം നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് മുറിച്ചേക്കുന്നത്. ഇനി ഇത് നമ്മൾ സവാള വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇടാം. സവാള ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക ചേർക്കാം. ശരിക്കും സവാളയും ചക്കയും കൂടിയാണ് വേവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചക്ക വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടതാണ്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ ഈ ബൗള് കഴുകിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ കറി നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കറിക്ക് നല്ല ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്കും കൂടെ ഇതുപോലെ സ്റ്റൗവിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇത് ഓൾറെഡി വെന്തതാണല്ലോ, ചക്കയൊക്കെ വെന്തതാണ്. അപ്പോൾ ആ മസാല മാത്രം ആ ചക്കയിലോട്ട് ഒന്ന് പിടിച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം നമുക്ക്. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം. ഇതിൽ ഞാനെടുത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചേക്കുക. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഒരു ബ്രൗൺ കളറാകണം. ഇതിപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് ഒഴിക്കാം.
കറിയിലേക്ക് ഇടുമ്പോൾ തേങ്ങ മാത്രം ഇട്ടേച്ചാൽ മതി, എണ്ണ ഒഴിക്കണ്ട. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. 1/2 ടീസ്പൂൺ കടുക്. കടുക് നന്നായിട്ട് പൊട്ടണം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വറ്റൽമുളക്, ഇനി ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഉള്ളി ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് മൂത്ത് വരും. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ കറിയിലേക്ക് ചേർക്കാം. ഇത് കറിയിൽ ഒഴിച്ച ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ അടച്ചു വെക്കുക. അടച്ചു കഴിയുമ്പോൾ അങ്ങനെ അടച്ചു വെക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ വറുത്തിട്ടിരിക്കുന്ന ആ കടുകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ കറിയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ടുള്ള മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ചൂട് ചമ്പാവരി ചോറിനൂടെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കൂട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.